ഈ പുഴയിൽ നിന്നും ഈ വീടിനോട് സമീപത്ത് തന്നെയുള്ള ഒരു പുഴയിൽ നിന്നുമാണ് DVR ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സമീപവാസികളായ ചെറുപ്പക്കാർ തന്നെ ഈ പുഴയിൽ ഇറങ്ങി ചെളി നീക്കി DVR കണ്ടെത്തുകയായിരുന്നു. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ നിർണായകമായ തെളിവാണ്. ഈ കൊല നടത്തിയതിന് ശേഷം അമിത് തന്നെയാണ് ഇവിടെ ഉപേക്ഷിച്ചത്. അങ്ങനെ തങ്ങളുടെ വീടിന് സമീപം രണ്ടുപേരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം രാത്രിയിൽ ഇവിടെ എത്തി ഈ കൊലയ്ക്ക് കാരണമായ നിർണായക തെളിവ് ഉപേക്ഷിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഞെട്ടലിലാണ് സമീപവാസികളൊക്കെ തന്നെ. ഇയാളെ ഇവിടെ വന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ അയാളെ കാണുന്നതിന് വേണ്ടി ഓടിക്കൂടിയത്. നിങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്, അതിൻ്റെ ഞെട്ടലിലാണല്ലേ? കണിശമായിട്ടും. കാരണം ഇതുപോലൊരു സംഭവം കാരാപ്പുഴ, തിരുവാതുക്കൽ ഭാഗങ്ങളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ ജാഗ്രതയായിട്ടും വളരെ ഭയത്തോടു കൂടിയും ആണ് ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനാ, ഇതുപോലെയുള്ള ആൾക്കാർ ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഇവിടെ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരി ജോലിക്ക് ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നെന്നാണ്, ഈ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്തതെന്ന് നമുക്ക് പറ്റത്തില്ല. ഇയാളെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ക്രിമിനലിസം എന്നുള്ളത് ഇവരിലൊക്കെ കൂടുതലുള്ളതാ.